വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, ഇത് അവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? അതൊക്കെ അവർ കഴിച്ചോളും. നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ചെയ്യാം ശാലിനി. ആ, നമുക്ക് ഇത് കൊടുക്കാം. തൽക്കാലം ഒരു വിശപ്പെടക്കട്ടെ. വിഷ്ണുട്ടാ, ഇത് എങ്ങനെയെങ്കിലും ഒന്നിട്ട് കൊടുക്ക്. മക്കളെ, മക്കളെ, സത്യേ, പപ്പി, വിശക്കുന്നില്ലേ? ഈ പഴം ഇട്ടു തരാം. അതെ, രണ്ടുപേരും കൂടി കഴിക്കണേ. രണ്ടുപേരും കൂടി കഴിക്കണേ. ദേ, ബ്രെഡും ഉണ്ട്. ബ്രെഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും കഴിക്ക്. നിങ്ങളെ രക്ഷിക്കാനേ എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുക. ഇപ്പൊ വരും പപ്പി. മക്കളെ, ഇപ്പൊ പഴവും ബ്രെഡും എടുത്തു വിടാം കേട്ടോ. കഴിച്ചേക്കണേ, കഴിച്ചേക്കണേ. സത്യ, നീയും കുടിക്ക്. വിഷ്ണുട്ടാ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈശ്വരനുണ്ട്. അതിന്റെ തെളിവ് എന്റെ കുഞ്ഞുങ്ങള് ജീവനോടെ ഉള്ളത്. പപ്പി, നിനക്ക് വെള്ളം മതിയോ? മതി. എന്നീ പഴം കഴിക്കേ. ഭക്ഷണം വെള്ളം എടുക്കാവുന്ന രീതിയിലാണ് അവർ ഇരിക്കുന്നെങ്കിൽ അവർ സേഫാ. പക്ഷെ അത് അവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു അപകടം പിടിച്ചേരിപ്പാ. അതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടികളെ രക്ഷിച്ചേ പറ്റൂ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ കാട്ടുമൂപ്പനെയും കാണുന്നില്ല. അവര് വരും. അവര് നമ്മളെ കൈവിടില്ല ശാലിനി. അതിനു മുമ്പ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള മാർഗം നമുക്ക് കണ്ടെത്തണം. കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് അവർക്ക് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ കൃത്യമായിട്ട് കുക്കയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒന്നും വരില്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മക്കളെ, കിട്ടിയോ? കിട്ടിയോ? മക്കളെ, കിട്ടിയോ? കുട്ടികളെ നമ്മൾ കൊടുത്ത ഭക്ഷണം എടുത്തു തോന്നുന്നേ. അപ്പൊ അവര് സേഫാ അല്ലേ? നമ്മുടെ കുട്ടികൾ സേഫാ.